എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 തുലാക്കൂറുകാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ രാശിഫലം നിങ്ങളുടെ ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് തുലാക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ രാശിയുടെ അധിപൻ ശുക്രനാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു വിജയക്കുതിപ്പിൻ്റെ വർഷമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ജോലിയിൽ ശത്രുജയം ഉണ്ടാകുന്നതാണ്. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ 2 ശക്തമായ ഗ്രഹനിലകളാണ് ഈ വർഷമുള്ളത്. 6ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ശത്രുക്കളെയും കടങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. 10ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം ജൂൺ മുതൽ വരുന്നത് ഹംസയോഗം എന്ന രാജയോഗം സമ്മാനിക്കും. ഇത് തൊഴിലിൽ ഉന്നത പദവിയും അംഗീകാരവും ഒക്കെ നൽകുന്നതാണ്. വ്യാഴം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജൂൺ 1-ാം തീയതി വരെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങളൊക്കെ നൽകുന്നതാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം, തീർത്ഥാടനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കൊക്കെ ഇത് നല്ലതാണ്. ജൂൺ മുതൽ വ്യാഴം 10ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ സുവർണകാലം എന്ന് പറയാം. തൊഴിലിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അധികാര പദവികൾ എന്നിവയൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഒക്ടോബർ 31 ശേഷം വ്യാഴം 11ാം ഭാവം, അതായത് ലാഭസ്ഥാനത്തേക്കൊക്കെ മാറുമ്പോൾ വരുമാനവും വർദ്ധിക്കുന്നതാണ്. ശനി വർഷം മുഴുവൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. 6ലെ ശനി വളരെയധികം ശുഭകരമാണ്. ഇത് നിങ്ങൾക്ക് ശത്രുജയം നൽകുന്നതാണ്. ജോലിയിൽ എതിരാളികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുന്നതാണ്. കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ്. കഠിനാധ്വാനമൊക്കെ ചെയ്യാൻ മടി കാണിക്കാത്തവർക്ക് ശനി വലിയ ഉയർച്ചയൊക്കെ നൽകുന്നതാണ്. രാഹു കേതുക്കൾ ഡിസംബർ 6 വരെ രാഹു 5ാം ഭാവത്തിലും കേതു 11ാം ഭാവത്തിലും നിൽക്കുന്നു. 5ലെ രാഹു കുട്ടികളുടെ കാര്യത്തിൽ അല്പം പ്രയാസമൊക്കെ നൽകാം. പ്രണയബന്ധത്തിലൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഷെയർ മാർക്കറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ അമിത റിസ്ക് ഒന്നും എടുക്കരുത്. 11ലെ കേതു സുഹൃത്തുക്കളിൽ നിന്ന് അകലം പാലിക്കാനൊക്കെ പ്രേരിപ്പിച്ചേക്കാം. 2026 തുലാക്കൂറുകാരുടെ കരിയറിൽ ഒരു നാഴികക്കല്ലായിരിക്കും. ജൂൺ 1 വരെ 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് നല്ല മാർഗനിർദ്ദേശം നൽകും. ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ നല്ല അവസരങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ സമയം വളരെ നല്ല സമയമാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ 30 വരെയുള്ള സമയം 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഹംസയോഗം പ്രദാനം ചെയ്താണ് വ്യാഴം നിൽക്കുന്നത്. നിങ്ങൾക്ക് പ്രമോഷൻ, ശമ്പള വർധനവ് ഒക്കെ നൽകുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള കസേരകളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കഴിവൊക്കെ തെളിയിക്കാൻ പറ്റിയ അവസരങ്ങളും ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. 6ൽ ശനി നിൽക്കുന്നത് നിങ്ങൾക്ക് ജോലിയിൽ ഒരു മടുപ്പില്ലാതെയൊക്കെ പണിയെടുക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ നൽകുന്നതാണ്. സഹപ്രവർത്തകരൊക്കെ നിങ്ങളെ ബഹുമാനിക്കുന്നതാണ്. ഓഫീസ് രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും നിങ്ങളെ ഈ സമയത്ത് ബാധിക്കാനും പോകുന്നില്ല. സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 30 വരെ ചൊവ്വ 10ാം ഭാവത്തിൽ നീചനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ജോലിസ്ഥലത്ത് പെട്ടെന്നുള്ള തർക്കങ്ങളോ സമ്മർദ്ദങ്ങളോ ഒക്കെ വരാം. ഈ സമയം ക്ഷമയോടെ ഇരുന്നാൽ വലിയ നേട്ടങ്ങളുണ്ടായിരിക്കും. ആകപ്പാടെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മോശമായിട്ടുള്ളത്. ബാക്കി വർഷം മുഴുവൻ നിങ്ങൾക്ക് തൊഴിലിൽ അനുകൂലമായ സമയമാണ്. അതായത് സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 30 വരെയുള്ള വളരെ കുറച്ച് സമയം. ബിസിനസ്സുകാർക്ക് 2026 വിപുലീകരണത്തിൻ്റെ ഒരു വർഷം എന്ന് പറയാം. 6ലെ ശനി എതിരാളികളെ പിന്നിലാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. 10ലേക്ക് വ്യാഴം നിൽക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം വളർത്തുന്നതാണ്. പുതിയ ശാഖകളൊക്കെ തുടങ്ങാനും വലിയ കരാറുകളിലൊക്കെ ഒപ്പിടാനും പ്രത്യേകിച്ച് ജൂൺ മുതൽ ഒക്ടോബർ വരെയൊക്കെയുള്ള സമയം നല്ല സമയമാണ്. കൺസൾട്ടൻറ്റുമാരെ, വക്കീലന്മാരെ, ഡോക്ടർമാരെ എന്നിവർക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന സമയം കൂടിയാണ്. സാമ്പത്തികമായി ഇത് സ്ഥിരതയുള്ളൊരു വർഷമാണ്. 6ാം ഭാവത്തിലെ ശനി അച്ചടക്കത്തോടെ പണമൊക്കെ ചിലവാക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അനാവശ്യമായ ചിലവുകളൊക്കെ കുറയുന്നതാണ്. പഴയ കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ സാധിക്കുന്നതാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെ തൊഴിലിലെ ഉയർച്ച വഴിയൊക്കെ വരുമാനമൊക്കെ കൂടുന്നതാണ്. ഒക്ടോബർ 31 ശേഷം വ്യാഴം 11ാം ഭാവത്തിലേക്കൊക്കെ മാറുമ്പോൾ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം
കിട്ടാക്കടങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളും വഴി സാമ്പത്തിക സഹായം ഈ സമയത്ത് ലഭിക്കുന്നതാണ്. 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഷെയർ മാർക്കറ്റ്, ലോട്ടറി, ചൂതാട്ടം എന്നിവയിൽ പണം മുടക്കുന്നത് അപകടകരമാണ്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള മോഹം എന്താണെങ്കിലും അത് ഒഴിവാക്കുക. സുരക്ഷിതമായ നിക്ഷേപങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുടുംബജീവിതത്തിൽ 2026 സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. 5-ാം ഭാവത്തിലെ രാഹു പ്രണയബന്ധങ്ങളിലൊക്കെ തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ എന്നിവ ഉണ്ടാക്കാം. പുതിയ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളുടെ പഠനം, ആരോഗ്യം എന്നിവയിലൊക്കെ രക്ഷിതാക്കൾക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. 11-ലൊക്കെ കേതു നിൽക്കുന്നത് കാരണം ചില സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് അകലാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ, ഒക്ടോബർ കാലയളവിൽ വ്യാഴം ഉച്ചത്തിൽ നിന്ന് കുടുംബസ്ഥാനത്ത് 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയൊക്കെ പതിക്കുന്നതിനാൽ സമാധാനമൊക്കെ നിലനിൽക്കുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ പിന്തുണയും ലഭിക്കുന്നതാണ്. വീട് പുതുക്കി പണിയാനോ വാഹനം വാങ്ങാനോ ഒക്കെ സാധിക്കുന്ന സമയം കൂടിയാണ്. ഡിസംബറിന് ശേഷം രാഹു 4-ലേക്കും കേതു 10-ലേക്കും ഒക്കെ മാറുന്നതോടെ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കേണ്ടതായും വരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ തുലാക്കൂറുകാർക്ക് 2026 വളരെയധികം നല്ലതാണ്. 6-ാം ഭാവത്തിലെ ശനി രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കും. പഴയ അസുഖങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതാണ്. കൃത്യമായ വ്യായാമം, ഭക്ഷണക്രമം എന്നിവയൊക്കെ പാലിക്കാൻ ശനി നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. എങ്കിലും 5-ൽ രാഹു നിൽക്കുന്നത് മാനസികമായ എന്തെങ്കിലും സമ്മർദ്ദം, ഉദരസംബന്ധമായിട്ടൊക്കെയുള്ള അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാക്കാം. അമിതമായ ചിന്തയൊക്കെ ഒഴിവാക്കുക. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ജോലിയുടെ ഭാരമൊക്കെ കാരണം നടുവേദനയോ ക്ഷീണമോ ഒക്കെ വരാം. ശരിയായ രീതിയിലുള്ള വിശ്രമം ഈ സമയത്ത് ആവശ്യവുമാണ്. വിദ്യാർത്ഥികൾക്ക് 5-ലൊക്കെ രാഹു നിൽക്കുന്നത് കാരണം പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമുണ്ടാകാം. മൊബൈൽ, സോഷ്യൽ മീഡിയ, പ്രണയം എന്നിവയൊക്കെ പഠനത്തെ ബാധിക്കാതെയും നോക്കേണ്ടതാണ്. എങ്കിലും 6-ലെ ശനി മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വലിയ വിജയമൊക്കെ നൽകുന്നതാണ്. കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നവർക്ക് സർക്കാർ ജോലി വരെയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. ജൂൺ 1 വരെ, അതായത് വ്യാഴം 9-ൽ നിൽക്കുന്ന സമയം ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ സഹായിക്കുന്നതാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ജൂൺ മാസം വരെയുള്ള സമയം വളരെയധികം നല്ലതാണ്. ഇനി എന്തൊക്കെ ദോഷപരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് 2026-ൽ? നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. രാഹുവിൻ്റെയൊക്കെ ദോഷം കുറയ്ക്കാനും വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ അനുഗ്രഹം വർദ്ധിപ്പിക്കാനും വേണ്ടി വിദ്യയുടെ തടസ്സങ്ങളൊക്കെ മാറാൻ സരസ്വതി ദേവിയെ ഭജിക്കുക. ദിവസവും സരസ്വതി വന്ദനം ജപിക്കുന്നതും നന്നായിരിക്കും. മനസമാധാനത്തിനും സന്താന ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വിഷ്ണുമായ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുക. ലഹരി വസ്തുക്കളിൽ നിന്നും ചൂതാട്ടങ്ങളിൽ നിന്നും ഒക്കെ അകന്നും നൽകുക. ശനിയുടെ പ്രീതി വരുത്തുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലീസ ജപിക്കുന്നത് ഭയം മാറ്റുന്നതാണ്. അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക് കത്തിക്കുന്നതും നല്ലതാണ്. തൊഴിലാളികളെയും കീഴ്ജീവനക്കാരെയും ഒക്കെ ബഹുമാനിക്കുക. അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്താൽ ശനി കൂടുതൽ പ്രീതിപ്പെടുന്നതാണ്. തടസ്സങ്ങളൊക്കെ മാറാൻ ഗണപതിയെ പ്രാർത്ഥിക്കുക. ഏതൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെ സ്മരിച്ചു വേണം തുടങ്ങാൻ. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രദർശനം നടത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം നന്നായിരിക്കും. 2026-ൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കരിയറിൽ വരുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക. കടങ്ങളൊക്കെ വീട്ടാൻ ശ്രമിക്കുക. സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. മക്കളോടൊക്കെ കൂടി കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കുക. ഷെയർ മാർക്കറ്റിൽ, ലോട്ടറിയൊക്കെ പോലുള്ളവിടുത്ത് അമിത റിസ്ക് എടുക്കരുത്. അതുപോലെ പ്രണയ കാര്യങ്ങളിലും എടുത്തു ചാടരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.